മറ്റ് സിസ്റ്റേഴ്സ്, ആലപ്പുഴയിൽ കുടുംബാംഗങ്ങളെ, ഇടവകക്കാരെ, ഈ ശ്രാദ്ധ പെരുന്നാളിൽ പങ്കെടുക്കാൻ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകിയ വലിയൊരു സന്തോഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഇവിടെ ഈ കുർബാനയിൽ നാം എല്ലാവരും ഒന്നിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഴയത്താമയുടെ കാര്യങ്ങൾ ഈ ദേശവാസികൾക്കും ശിക്ഷിക്കാർക്കുമെല്ലാം നല്ല പരിചയമുള്ളതാണ്. അമ്മയുടെ പരിശുദ്ധമായ ജീവിതത്തിൻ്റെ വഴികൾ തിരിച്ച് അറിയാൻ കുറേയെങ്കിലും നമുക്ക് സാധിച്ചതുകൊണ്ടാണ് നമ്മളുടെ സിനഡിൽ അമ്മയുടെ കാര്യം അവതരിപ്പിച്ചതും സിനഡ് അത് അംഗീകരിച്ചതും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ സമ്മതത്തോടുകൂടി അമ്മയെ സെർവന്റ് ഓഫ് ഗോഡ്, ദൈവദാസി, രൂപതാതല വണക്കത്തിന് അർഹതയുള്ള ആൾ എന്ന കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ട് വന്നത്. അമ്മയുടെ ജീവിതമാണ് നമ്മെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. സിനഡ് അമ്മയെക്കുറിച്ചുള്ള പഠനം നമ്മൾ നൽകിയത് കണ്ടപ്പോൾ വലിയ താല്പര്യത്തോടു കൂടിയാണ് അത് കേട്ടതും അതിനുള്ള അംഗീകാരം നൽകിയതുമില്ല. അമ്മയുടെ ടോമ്പിൽ ധാരാളം പേര് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഞാനും ഇടയ്ക്ക് വല്ലപ്പോഴെല്ലാം കടന്നു പോകുമ്പോൾ ആ ടോമ്പിൽ കയറി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈശോയുടെ കൃപ നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗം പുഴയത്താമയുടെ ടൂമ്പ് സന്ദർശനമാണെന്ന് ഞാൻ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇന്നും ധാരാളം ആളുകൾ ഈ ദേശത്തുള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഇവിടെ എത്തി ക്രിസ്തു കുർബാനയിലും ഒഫീസിലും എല്ലാം സംബന്ധിക്കുന്നത്. അമ്മ ചെറുപ്പങ്കിൽ രോഗക്കാരത്തിയാണ്. അരങ്കുളിക്കൽ പ്രവാചകനാണ്. 1904 മാർച്ച് 13. അമ്മ ഇവിടെ നേരത്തെ തന്നെ നല്ല പരിചയമുണ്ടായിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കുകയും ഇവിടുത്തെ ആളുകളോട് നല്ല ബന്ധം സ്ഥാപിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന HCCയുടെ പ്രാർത്ഥനാ ജീവിതവും ലളിത ജീവിതവും പരസ്നേഹ പ്രവൃത്തികളും ഈശോയോടുള്ള അവരുടെ അടുപ്പവും എല്ലാം കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിൽ തോന്നി ഇവിടെ HCCയിൽ അംഗമാകണമെന്ന്. 1902 മാത്യു മെത്രാനാണല്ലോ ഇവിടെ ലാരമഠം ആരംഭിക്കാനായിട്ട് അനുവാദം നൽകിയത്. 3 അംഗങ്ങളോടുകൂടി HCC മഠം ഇവിടെ ആരംഭിച്ചു. ആ മഠം ഇതിനോടകം ഒരു ഫ്രാൻസിസ്കൻ പാരമ്പര്യം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. ഞങ്ങളുടെ സംശുദ്ധമായ ജീവിതവും ഈ ഇടവകയോടും നമ്മുടെ രൂപതയോടും ഇതര മതസ്ഥരോടുമെല്ലാമുള്ള നിങ്ങളുടെ നല്ല സമീപനം ഏവർക്കും സ്വീകാര്യമായ ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു. പുഴയത്താമയ്ക്ക് കുറേ വർഷങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങളാണ് സമൂഹ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ലക്ഷ്യകരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ഇവിടെ തന്നെയുള്ള 2-3 വീടുകളിൽ കിഴക്കേ തോട്ടം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതും മങ്ങാട്ടുകാരുടെ വീട്ടിലും അങ്ങനെയൊക്കെ അമ്മയ്ക്ക് മാറി താമസിക്കേണ്ടി വന്ന സാഹചര്യം വേദനാജനകമാണ്. പക്ഷെ അമ്മ അതെല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ആ വേദനകള്, ഒറ്റപ്പെടല്, ഏകാന്തത, അവഗണിക്കൽ
പറയുന്നത് ശരിയല്ല. നമുക്ക് രോഗം വരുമ്പോൾ മറ്റുള്ളവർക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ക്രമീകരണമാണ്. അതെല്ലാം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അമ്മയെ സ്വന്തം വീട്ടിൽ ചെറുപ്പങ്ങളിൽ കൊണ്ടുപോയി താമസിച്ച് ചികിത്സിക്കാം എന്ന് വീട്ടുകാരെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് വീട്ടുകാർക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടി. വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്കും കൂടുതൽ അനുഗ്രഹം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെയാണ് അമ്മ നമുക്കൊരു പാഠം നൽകുന്നത്. ഇവിടെ ചികിത്സിച്ച് രോഗം ഭേദമാകുന്നില്ലെങ്കിൽ ഞാൻ ഈ സന്യാസമഠത്തിൽ കിടന്ന് മരിച്ചുകൊള്ളാം എന്ന് അമ്മ പറഞ്ഞപ്പോൾ അലക്സീസിയിലെ ഫ്രാൻസിസ്കൻ ട്രഡീഷന്റെ ഏറ്റവും നല്ല ഒരു പാഠപുസ്തകമായിട്ട് അമ്മ നമുക്ക് നൽകി. നമ്മളൊന്നും വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിശിഷ്ട നിലപാടാണ് അതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഞാൻ കരുതുന്നത് അമ്മയുടെ ആ സമീപനമാണ് സ്വർഗത്തിൽ അമ്മയുടെ പേരെഴുതുവാനായിട്ട് ഇടയാകുന്നത്. സ്ക്രിപ്ത സുന്ദ ഇൻ ചേലോ. ശാസ്ത്രങ്ങള് ഞങ്ങളുടെ വാക്കുകൾ മൂലം കീഴ്പ്പെടുന്നു എന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. സ്ക്രിപ്ത, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്നു എന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. 1984 ഡിസംബർ 18 അമ്മ പരലോക പ്രാപ്ത ആയപ്പോൾ ഈ ദേശവാസികള് ധാരാളം പേരിവിടെ ഒന്നിച്ചുകൂടുകയും പ്രാർത്ഥിക്കുകയും അമ്മയുടെ നല്ല സമീപനത്തെക്കുറിച്ചും രക്ഷിക്കടുത്ത വിശിഷ്ടമായ ജീവിത ക്രമങ്ങളെ കുറിച്ചുമൊക്കെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യും. നിസ്സാര കാര്യങ്ങളിലുള്ള ഇടപെടല് അത് നമ്മളെ വിശുദ്ധിയിലേക്ക് എത്തിക്കും എന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥ സെയിന്റ് കൊളക്ട് ആണ്. 13ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഫ്രാൻസിസ്കൻ സമർപ്പിത സഹോദരിയാണ് സെയിന്റ് കൊളക്ട്. അവർ വലിയ നവീകരണ പ്രസ്ഥാനങ്ങൾ ഫ്രാൻസിലും അതുപോലുള്ള മറ്റ് സമീപ രാജ്യങ്ങളിലുമൊക്കെ ഈ എഫ്സിസി ട്രഡീഷനിൽ കൊണ്ടുവന്നു. പുതിയ മഠങ്ങൾ സ്ഥാപിച്ചു. വളരെ ലളിതമായ ജീവിതക്രമങ്ങളും വിശിഷ്ടമായ ദിനചര്യങ്ങളും കൊണ്ട് ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തെ പുതിയ ഒരു ബെൽറ്റ് കൊണ്ട് കെട്ടിയ ആളാണ് കൊളക്ട്. അതിൻ്റെ മലയാള വാക്യമാണല്ലോ കൊലയിക്കാമ എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയുന്നത്. അമ്മ സെയിന്റ് കൊളക്ട് ഫ്രാൻസിസിന്റെയും ക്ലാരയുടെയും ജീവിതത്തിൻ്റെ നിഷ്ഠാനപരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നല്ലതുപോലെ പകർത്തിയ ആളാണ്. ആ വിശുദ്ധിയുടെ തുടർച്ചയായിട്ട് നമുക്ക് ഇങ്ങനെയൊരു അമ്മയെ കിട്ടിയത് ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. 13 കൊളയിക്കാമ മോക്ഷത്തിന് വേണ്ടി ജീവിച്ചയാളാണ്. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇടയ്ക്ക് മറ്റു പല വഴികളിലൂടെയും പോകാമായിരുന്നു. മോക്ഷവിചാരങ്ങളോടുകൂടി ജീവിച്ച് സ്വർഗത്തിൽ എത്തണമെന്നുള്ള ആ ഒരു വലിയ ആഗ്രഹത്തോടുകൂടി ജീവിച്ചു. അപ്പോഴമ്മയ്ക്ക് ഏകാന്തതയും നിശബ്ദതയും ഒന്നും തടസ്സമല്ലായിരുന്നു. അമ്മയ്ക്കതെല്ലാം സ്വർഗത്തിലെത്താനുള്ള ഗോവണിക്കൊടികളായിരുന്നു. കണ്ണീരിൽ വിതച്ച് സന്തോഷത്തിൽ കൊയ്തു എന്ന സങ്കീർത്തകന്റെ വാക്കുകളാണ് കൊളയിക്കാമയുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം. ഏകാന്ത വാസം പ്രത്യേകിച്ച് രോഗങ്ങളിലായിരിക്കുമ്പോൾ വളരെ കൈപ്പുള്ളതാണ്. അതിനെ
സമചിത്തതയോടുകൂടി നമുക്ക് നേരിടാൻ ഉൾക്കൊള്ളാൻ സാധിച്ചു. അവിടെ അമ്മ മേലധികാരികളോട് മുഖവീർപ്പ് കാണിക്കുകയോ അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിൽ സഞ്ചരിക്കുകയാവുകയോ ഒന്നും ചെയ്തില്ല. സുവിശേഷം അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കണം എന്ന ഒരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. മനുഷ്യപ്രകൃതിയെ ദൈവവചനം കൊണ്ട് ശുദ്ധീകരിക്കണം. നമ്മുടെ വിശുദ്ധ ബാലയിൽ നമ്മൾ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അധപ്പതിച്ചു പോയ മനുഷ്യപ്രകൃതിയെ നിന്റെ സമൃദ്ധമായ കൃപയാൽ നീ മഹത്വമണിയിച്ചു. രോഗങ്ങളും പ്രയാസങ്ങളും വാർദ്ധക്യവും കൊണ്ട് ബലഹീനമായ പ്രളയിക്കാമയുടെ ശരീരത്തെ, ആ വ്യക്തിയെ ദൈവത്തിന്റെ കൃപ കൊണ്ട് മഹത്വം അണിയിച്ചു. അങ്ങനെയാണ് ദൈവദാസി സെർവന്റ് ഓഫ് ഗോഡ് എന്ന ആ വലിയ നിലയിലേക്ക് എത്തിയത്. സഹനത്തിലൂടെ പ്രളയിക്കാമ ഒരു ലാർജർ ആൻഡ് ഗ്രേറ്റർ വ്യക്തിയായി മാറുകയാണ്. സാധാരണ ഒരു ശിഷ്യയേക്കാൾ, സമർപ്പിത സഹോദരിയേക്കാൾ അമ്മ വലിയൊരു വ്യക്തിത്വത്തിന്റെ മഹത്വമുള്ള ഒരു നിലപാടിന്റെ ആളായിട്ട് മാറി. അമ്മയുടെ ഏകാന്തതയിൽ അമ്മ നമുക്ക് വേണ്ടിയാണ് സുവിശേഷം പ്രസംഗിച്ചത്. വചന പ്രഘോഷകരെ കുറിച്ച് പറയാനുണ്ടല്ലോ, preaching the gospel is like a beggar showing another beggar where to find the bread. വിശേഷ പ്രസംഗം എന്ന് പറയുന്നത് ഒരു ബെഗറുടെ, ഒരു യാചകന്റെ ദൗത്യമാണ്. ആ യാചകൻ മറ്റൊരു യാചകനോട് പറയുന്ന പ്രവൃത്തിയാണ്, എവിടെ നിന്നാണ് നമുക്ക് അപ്പം ഈശോയെ ദൈവത്തിന്റെ വചനത്തിൽ കിട്ടുന്നതിന്. അമ്മ നമ്മളോട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ എല്ലാ സഹനങ്ങളെയും സന്തോഷത്തോടുകൂടി ഉൾക്കൊള്ളണം. എല്ലാ വേദനകൾക്കും അർത്ഥമുണ്ടെന്നും ഒരു വേദനയുടെയും സാഹചര്യം ഈശോ നേരിട്ടുവെന്ന് നമ്മളോട് പറയുകയില്ലെന്നും മനസ്സിലാക്കും. ഒരു രോഗത്തിന്റെയും ഉത്തരം കർത്താവ് നമ്മളോട് വന്ന് പറയുന്നില്ല. എല്ലാ രോഗങ്ങളുടെയും ഉത്തരം നമ്മൾ കർത്താവിൽ കണ്ടെത്തുകയാണ്. അങ്ങനെയുള്ളവരോ നിലനിൽക്കുന്ന ആധ്യാത്മിക വീക്ഷണം നൽകിയ ആളാണ് മണിക്കുന്നിലെ പുള്ളിക്കാണ്. Let your life be a gospel for those who cannot read gospels. വിശേഷം വായിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക്, സമയമില്ലാത്തവർക്ക് നീ ഒരു സുവിശേഷമായിട്ട് മാറണം. നിന്നെ കാണുമ്പോൾ ഈശോയെ കാണാൻ ഇടയാകണം. നിന്റെ വാക്കുകളിലൂടെ കർത്താവ് മഹത്വപ്പെടുത്തണം എന്നുള്ള ആ ഒരു വലിയ കാര്യമാണ് അമ്മ നമുക്ക് നൽകിയത്. യെശയ്യായിൽ 3:3 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ചുരുളുകൾ ഭക്ഷിച്ചപ്പോൾ നല്ല മധുരമായിട്ട് പ്രവാചകന് അനുഭവപ്പെട്ടു. ഈ വേദനയെല്ലാം അമ്മ മറ്റു പല സ്ഥലങ്ങളിലും വീടുകളിലും ഇവിടെ മാറി മാറി താമസിക്കുകയും എല്ലാം ചെയ്തപ്പോൾ അമ്മ യെശയ്യായിലെ പോലെ മധുരമുള്ള കാര്യങ്ങളായിട്ട് സകലങ്ങളെയും രോഗങ്ങളെയും എല്ലാം വിട്ടുകളഞ്ഞു. അമ്മക്കറിയാമായിരുന്നു എഫ്സിസി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഫ്രാൻസിസ് തന്നോട് തന്നെ ഏറ്റുമുട്ടിയവനാണ്, തന്നെ തന്നെ ചലഞ്ച് ചെയ്യുന്നവനാണ്. ഒരുപക്ഷെ ലോകത്തിൽ വേറൊരു വ്യക്തിയും അതുപോലെ ഇല്ല. അങ്ങനെയുള്ള ഒരു വലിയ ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഉള്ള സന്തോഷം, ഈ സഹനങ്ങളെല്ലാം നമ്മുടെ പേരുകൾ
സ്വർഗത്തിൽ ചേർക്കപ്പെടേണ്ടതിൻ്റെ അടയാളങ്ങളായിട്ട് കർത്താവ് കരുതും നമുക്ക് നൽകും എന്നത് തന്നെയാണ്. 21-ാം ജോൺ മാർപ്പാപ്പായുടെ സംസ്കാര സമയത്ത് കർദിനാൾ സൂനൻസാണ് പ്രസംഗിച്ചത്. നമ്മുടെ രണ്ടാമത്തെ ജാക്സൺ വിളിച്ചു കൂട്ടിയ വലിയ ലോകം കണ്ട ഏറ്റവും വലിയ പിതാവാണ് 23-ാം ജോൺ മാർപ്പാപ്പ. ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ കർദിനാൾ സൂനൻസ് പറഞ്ഞു, ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. യോഹന്നാനെ കുറിച്ചും 23-ാം യോഹന്നാൻ മാർപ്പാപ്പായെ കുറിച്ചും ബന്ധിപ്പിച്ച് പറഞ്ഞതാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മണിയൻകുന്ന് എക്സിക്കാരത്തി ഉണ്ടായിരുന്നു. അവരുടെ പേര് കൊളൈറ്റ എന്നാണ്. ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഈശോയുടെ മുഖമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ആ മുഖം കണ്ട് ഈ സഭയെക്കുറിച്ചും ഈ ജീവിതക്രമത്തെക്കുറിച്ചും എല്ലാം നിരവധിയായ കാര്യങ്ങൾ നമ്മളും പഠിച്ചിട്ടുണ്ട്. അന്ധന് കാഴ്ച കിട്ടിയപ്പോൾ അന്ധൻ പറഞ്ഞല്ലോ, ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു, ഇപ്പോൾ എനിക്ക് കാഴ്ചയുണ്ട്. Christianity is a way of seeing. കാഴ്ചയുടെ ഒരു വഴിയാണ് ക്രിസ്ത്യാനിറ്റി, ക്രിസ്തീയത. ഇതൊരു മാർഗമാണ്. ആ മാർഗം തന്നെയാണ് കാണുന്നത്. ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് സീയിങ്. ഇവിടെ ഈ അമ്മയിലൂടെ കൊളൈറ്റാമ്മ എന്ന ലെൻസിലൂടെ നമ്മൾ നോക്കുമ്പോൾ സുവിശേഷത്തിന്റെ ക്രിസ്തീയതയുടെ ആരംഭത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. കൊളൈറ്റാമ്മ is not teaching something new. She was trying to bring the gospel back to our life, back to Christianity. നമ്മുടെ ജീവിതത്തിലേക്കും ക്രിസ്തീയതയിലേക്കും സുവിശേഷത്തെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ജീവിതക്രമമാണ് അമ്മ നൽകിയത്. അത് വളരെ ചലഞ്ചിങ് ആണ്, എളുപ്പമുള്ള കാര്യമല്ല. എവിടെ യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം എതിർപ്പുകൾ ഉണ്ടാകാം. അമ്മ തിളർന്നു നിന്ന മാണിക്യമായിട്ട് ഈ ദേശത്തും നമ്മുടെ ഇടയിലും കാലവും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇന്നത്തെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 14-ാമധ്യായം 56 തിരുവചനങ്ങളാണ്. ഞാനൊരു നിമിഷം കൂടി അവസാനിപ്പിച്ചോളാം. അത് തോമാശ്ലീഹായെ കുറിച്ചാണ്. പിന്നെ തോമാശ്ലീഹായുടെ തേനമായിട്ടുള്ളൊരു തിരുനാൾ ദിവസത്തിന്റെ ഓർമ്മ കൂടിയാണ് ഡിസംബർ 18. മെഗാപോളിലെ ശ്ലീഹായുടെ രക്തസാക്ഷിത്വം നടന്ന സ്ഥലത്തെ ശ്രീവ രക്തം വിയർത്തതിന്റെ ഓർമ്മയാണ്. രക്തം വിയർത്ത അത്ഭുത ശ്രീവായുടെ തിരുനാളാണ് ഡിസംബർ 18. അത് വലിയൊരു ചരിത്ര സംഭവമാണ്. വേദനകളുടെയും പ്രയാസങ്ങളുടെയും എല്ലാം നടുവിൽ മരണപ്പെട്ട് ഉദ്ധീതനായ ഈശോയുടെ ആ ശ്രീവ പുഷ്പിക്കുന്ന ആ കാര്യമാണ് അതിലൂടെ സഭ ഉൾക്കൊള്ളുന്നത്. പുരാതനമായ ശ്രീവ ഈശോയുടെ ഉത്ഥാനത്തിന്റെ അടയാളങ്ങളാണ്. നമ്മുടെ ദേശത്ത് മലങ്കരയിൽ അല്ലെങ്കിൽ നസ്രാണികളുടെ ഇടയിൽ പൊതുവെ പുരാതന ശ്രീവാകൾ ഉള്ള പള്ളികൾ പലതുണ്ട്. കോട്ടയം ജ്ഞാനായ യാക്കോബായ പള്ളി, പടമറ്റം ഓർത്തഡോക്സ് പള്ളി, കോതനെല്ലൂര് പള്ളി, മുട്ടിച്ചിറ പള്ളി, ആലങ്ങാട് പള്ളി, കൊക്കമംഗലം പള്ളി, പള്ളിപ്പുറം പള്ളി, ഇവിടെയെല്ലാം അതിപുരാതനമായ ശ്രീവാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞല്ലോ, ഞാനാണ്
വഴി, ജീവൻ, സത്യം. Christianity is a way of seeing. ദൈവത്തെ കാണാനുള്ള മാർഗമാണ്. നസ്രാണികളായ നമ്മള് മാർഗം എന്ന് തന്നെയാണല്ലോ ഈ വിശ്വാസക്രമത്തെക്കുറിച്ചും പറഞ്ഞത്. തോമാസ് ലീഹായുടെ സംശയമായിരുന്നു, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് അറിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് വഴി അറിയുന്നത്? അപ്പോൾ ഈശോ കൊടുക്കുന്ന ഉത്തരം, I am the way, ഞാനാണ് വഴി. എന്റെ ഉത്തമമായ ബോധ്യം, ഈ സത്യം ഈശോ ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ്. ആ സുവിശേഷം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. ഈശോ ആരാണ് എന്ന് ഈശോ തന്നെ പറയുന്ന ആ തിരുവചനങ്ങള് യോഹന്നാനെ മാത്രമേ അതുപോലുള്ളത് കണ്ടെത്താൻ കഴിയുള്ളൂ. ഈശോയുടെ ഹൃദയം വായിച്ചെടുത്തവൻ, ഈശോയുടെ അമ്മയെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചവൻ, വലിയ വിഷൻസ് ഉണ്ടായിരുന്നവൻ, അങ്ങനെയുള്ള ഒരു സുവിശേഷത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് ഞാനാണ് വഴി എന്ന് പറയാൻ ഇടയായതും അതിന് കാരണക്കാരനായത് നമ്മുടെ സ്വന്തം ശ്ലീഹനായ തോമായി. അങ്ങനെ ഇന്ന് നമ്മുടെ തോമാസ് ശ്ലീഹായുടെ പ്രത്യേകമായിട്ടുള്ളൊരു ഓർമ്മ കൂടെ നമ്മുടെ മനസ്സിൽ കഴിയുമ്പോൾ പ്രളയിക്കാമ നമുക്ക് ഒരു നല്ല വിഷൻ, എ വേ ഓഫ് സീയിങ്, കർത്താവിനെ കാണുവാനുള്ള നല്ലൊരു മാർഗം നമുക്ക് കാണിച്ചു തന്നു. അത് നമ്മൾ സ്വീകരിക്കണം. നിങ്ങൾ കൂടുതലായിട്ട് ഇവിടെ വരികയും ഈ പുണ്യ കബർ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യണം. നമുക്ക് വിശ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അമ്മയെപ്പോലുള്ള ആളുകൾ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകണം. അവർ ജീവിച്ച ആ വഴികളും അവർ നമുക്ക് നൽകുന്ന അടിസ്ഥാനപരമായ ചലഞ്ചിങ് വാല്യൂസും എല്ലാം നമ്മുടെ മക്കള് കേൾക്കണം, അറിയണം. അമ്മയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ സംസാരിക്കണം. ഈ നാളുകളിലൊക്കെ HCC പ്രോവിൻസ് വലിയ നിറവോട് കൂടിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഇതുപോലെ വലിയ വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ റിസ്ക് മനസ്സിൽ എടുക്കാനുമൊക്കെ സാധിക്കുന്നത്. നമ്മളെപ്പോഴും ഈ അമ്മയുടെ കാര്യം പറയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കാനും സുവിശേഷം കൂടുതൽ പഠിക്കാനും നമ്മുടെ വേദനകൾ നമ്മുടെ വേണ്ട രീതിയിൽ ഇന്റേണലൈസ് ചെയ്യാനും ഒക്കെ പ്രളയിത്താൻമ നമ്മെ സഹായിക്കും. അമ്മ ഈശോയെ ലോകത്തിന് അതുപോലെ കാണിച്ചു കൊടുക്കുകയാണ്. ആൾട്ടർ ക്രിസ്തുസ്, ഈശോയെ പോലെ മറ്റൊരു ക്രിസ്തു എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ് ആൾട്ടര എക്ലീസിയ, യഥാർത്ഥ സഭ. ആൾട്ടർ ക്രിസ്തുസും ആൾട്ടര എക്ലീസിയായും എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തരുന്ന വിശിഷ്ടമായ ഒരു സമൂഹമാണ് HCC. ഈശോ ആരാണെന്നും സഭ എന്താണെന്നും ആ ഒരു പ്രബോധനത്തിന്റെ കാമ്പാണ് നമുക്ക് നൽകുന്നത്. അതിനുവേണ്ടി മുസ്ലിമേയും ഇതിന്റെ പ്രത്യേക ചുമതല വഹിക്കുന്ന സിസ്റ്ററും മറ്റൊരു വലിയൊരു ടീമെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. അമ്മയുടെ പഠനങ്ങൾ നടത്തിയ ബഹുമാനപ്പെട്ട നാട്ടച്ഛനെയും യശുലക്ഷ്മിനെയും ബഹുമാനപ്പെട്ട ദീപാ സിസ്റ്ററിനെയും ഗ്ലോറി സിസ്റ്ററിനെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അവർ നടത്തിയ പഠനങ്ങളും അവരുടെ റിപ്പോർട്ടിങ്ങും യേശുവിനും പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈ ശ്രാദ്ധ പെരുന്നാള് ഇതുപോലെ വലിയൊരു ഗ്യാതറിംഗ് ആക്കാനായിട്ട് ഒരു ഗ്യാതറർ ആയി മാറിയിരിക്കുകയാണ്. നമ്മൾ വിദൂരങ്ങളിൽ താമസിക്കുന്ന ആളുകളെല്ലാം ഇവിടെ കൊണ്ടുവന്നെത്തിച്ചു. അതിനുവേണ്ടി വിചാരിച്ച് വളരെയേറെ പരിശ്രമിച്ചു. പലതവണ ഇവിടെ ആഗ്രഹിക്കുന്നതിനോട് പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് ഈ വിഷയങ്ങൾ വലിയ തിരക്കുകൾ മുൻകൂട്ടി എടുത്തിട്ടുള്ളതുകൊണ്ട് എല്ലാ ദിവസവും തിരക്കുകളുണ്ട്. അച്ഛൻ സ്വന്തമായിട്ടും ഇവിടെ വന്ന് കൈയർപ്പിച്ച് അമ്മയെ അനുസ്മരിക്കണമെന്ന് അച്ഛൻ വലിയ സ്നേഹത്തോടെ ബന്ധപ്പെടിച്ചു.
നിരവധിയായ അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അച്ഛൻ്റെ ബന്ധവും ഫാമിലിയിലെ ബന്ധവുമെല്ലാം കാരണമായി അവരുമായി പ്രവർത്തിയാണ് അവരൊരു വലിയ സ്വന്തം കാര്യം പോലെ എടുത്തു. അതുപോലെ ബന്ധപ്പെട്ട ധാരാളം ജയിച്ചന് നമ്മുടെ പ്രവർത്തനത്തിലായിട്ടുണ്ട്. അച്ഛൻ്റെ സ്വന്തങ്ങളാണ്, അച്ഛൻ്റെ വീട്ടുകാരൊക്കെയാണ്. അച്ഛനാണ് ഇതിൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം മുമ്പിൽ നിൽക്കുന്നത്. അച്ഛൻ്റെ വീട്ടുകാരും ഈ റാണിയിലും മറ്റു കുടുംബങ്ങളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യവും ഞാൻ പ്രിയമായിട്ട് ഓർക്കുന്നു. സ്വർഗത്തിലിരിക്കുന്ന പുള്ളിക്കാരയോട് നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഇപ്പോഴും സ്വാമിയോടും മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഉച്ചിതനായ ഈശോ നമ്മെ എല്ലാവരെയും രക്ഷിതപ്പെടുത്തി അനുഗ്രഹിക്കും.